പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 2026 മെയ് മാസം 12-ാം തീയതി, അതായത് 1201 മേടമാസം 29-ാം തീയതി, കുജവാരം, ചൊവ്വാഴ്ച. നാളെ ചൊവ്വാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. വൈകിട്ട് 3 മുതൽ 4:30 വരെയുള്ള സമയം രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:07, അസ്തമയം വൈകിട്ട് 6:35. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ദശമി തിഥിയാകും. നാളത്തെ ദിനം ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച നാം സാധാരണ ശുഭകാര്യങ്ങൾ, നല്ല നക്ഷത്രമല്ലെങ്കിൽ ചൊവ്വാഴ്ചത്തെ ദിനം സ്വീകരിക്കാറില്ല. നാളത്തെ നക്ഷത്രം പുരൂരുട്ടാതി നക്ഷത്രമാകുന്നു. പുരൂരുട്ടാതി ഒരു ശുഭനക്ഷത്രമാണോ? അല്ല തന്നെ. അത് മുപ്പൂരത്തിൽ പെടുന്നു. പൂരം, പൂരാടം, പുരൂരുട്ടാതി. വിത്തിട്ടാൽ പൊടിക്കാത്ത, യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാകുന്നു പുരൂരുട്ടാതി. അതിനാൽ നാളെ ചൊവ്വാഴ്ചയാണ്. നാളെ പുരൂരുട്ടാതി നക്ഷത്രമാണ്. അപ്രകാരം തന്നെ നാളെ വിഷ്ടികരണമാണ്. വിഷ്ടികാലെ കൃതം കാര്യം വിനാശമുപഗച്ഛതി. വിഷ്ടികാലത്ത് ചെയ്യുന്ന കർമ്മങ്ങളൊന്നും തന്നെ ശുഭത്വം നൽകില്ല. അതുകൊണ്ട് നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശുഭകാര്യങ്ങൾക്കൊന്നും ഒരു മുഹൂർത്തം ആഗ്രഹിക്കരുത്. ഞാൻ നിങ്ങൾക്ക് ശുഭമുഹൂർത്തം തരുന്നുമില്ല. നാളെ പുരൂരുട്ടാതി നക്ഷത്രമാകയാൽ നന്നായി വിഷ്ണുക്ഷേത്ര ദർശനം, വിഷ്ണുക്ഷേത്രത്തിൽ തുളസിമാല, പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുക. ശത്രുദോഷ പരിഹാരമായി സുദർശന പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ അനുകൂലമാണെന്ന് അറിയുക. നാളെ നാരായണ കവചമോ വിഷ്ണു സഹസ്രനാമമോ ജപിക്കുന്നത് നല്ലതാണ്. ഭൂമിപരമായ വിഷയങ്ങൾക്ക്, ഭൂമിപരമായ വിൽപ്പന ആഗ്രഹിക്കുന്നവർക്ക് നാളെ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ, കാരണം ചൊവ്വാഴ്ചയാണ്, വിഷ്ണു ചൈതന്യമുള്ള ദിനമാണ് വ്യാഴാഴ്ച, വരാഹമൂർത്തി ക്ഷേത്രത്തിൽ ഭൂമി പൂജ ചെയ്യുന്നത് വളരെ ഉത്തമമാണെന്ന് അറിയുക. ഒരു മുഹൂർത്തവും നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകുന്നില്ല. നന്ദി, നമസ്കാരം.